തിരുവനന്തപുരം നഗരസഭയിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ നടപടി ഭരണകക്ഷിയായ BJPയെ നിയമക്കുരുക്കിലേക്കും എത്തിക്കുകയാണ്. 20 കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞ നഗരസഭാ കൗൺസിലിനെ അറിയിച്ചിട്ടില്ലെന്നാണ് ഇടതുപക്ഷം ഉയർത്തുന്ന പ്രധാന ആക്ഷേപം. വരണാധികാരിയെ അറിയിക്കാതെ നടത്തിയ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമെന്നും ഇടതുപക്ഷം വാദമുയർത്തുന്നു. ഇക്കാര്യം നിയമപ്രശ്നമായി ഉയർത്തി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, അങ്ങനെ ഈ വിഷയം വീണ്ടും കോടതി കയറുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. വരണാധികാരിയെ അറിയിക്കാതെയുള്ള പുനഃപ്രതിജ്ഞ, അതിന്റെ ചട്ടങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പരാതി പോകുമല്ലോ അല്ലേ? റോഷ്നി, അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇന്നലെ ഈ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നതാണ് ഇടതുപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. യഥാർത്ഥത്തിൽ ഇതൊരു നിയമപ്രശ്നമായാണ് ഉയർത്തുന്നത്. കാരണം കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ ചട്ടങ്ങൾ പാലിച്ചല്ല, അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തിയത്. മാത്രമല്ല, ചട്ടങ്ങൾ പാലിച്ചിട്ടുമില്ല. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ: ഒന്ന്, ഒരു സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ, അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുമ്പോൾ അത് കൗൺസിലിനെ അറിയിക്കണം. കൗൺസിൽ എന്നത് ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും, തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും ഉൾപ്പെടുന്നതാണ് നഗരസഭയിലെ കൗൺസിൽ. ആ കൗൺസിലിനെ അറിയിക്കാതെ തിടുക്കപ്പെട്ട് മറ്റൊരു രീതിയിൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മേയറുടെ ചേംബറിൽ വെച്ച് നടത്തുകയായിരുന്നു. അത് നിയമവിരുദ്ധമാണ്, നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നതാണ് ഇടതുപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. രണ്ടാമത്തേത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത് പറഞ്ഞതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ഒരു വരണാധികാരിയുണ്ട്. വരണാധികാരിയാണ് ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം ആദ്യം തന്നെ ആരംഭിക്കേണ്ടത്. വരണാധികാരി എന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ്. അങ്ങനെയുള്ള ജില്ലാ കളക്ടറാണ് കൗൺസിൽ വിളിക്കേണ്ടത്. മാത്രമല്ല, ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള 20 കൗൺസിലർമാർക്കുള്ള സത്യപ്രതിജ്ഞയുടെ സമയം നിശ്ചയിക്കേണ്ടത്. പക്ഷേ ഇക്കാര്യം വരണാധികാരി അറിയാതെ മേയറുടെ നേതൃത്വത്തിൽ നേരിട്ട് തിടുക്കപ്പെട്ട് ഈ ചടങ്ങ് നടത്തുകയായിരുന്നു. ഇത് കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങൾക്ക്, നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്നതാണ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. മറ്റൊരു ആക്ഷേപവും കൂടി ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട്. അത് എത്രത്തോളം നിലനിൽക്കുമെന്നത് ഇടതുപക്ഷത്തിന്റെ നിയമവൃത്തങ്ങൾ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം അതിൽ ഈ ഡെപ്യൂട്ടി മേയറെ കൗൺസിലർ എന്ന നിലയിൽ അവരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യപ്പെടാത്ത, തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല എന്ന അവസ്ഥയിലേക്കാണ്, ഒരു തുടക്കത്തിലുള്ള അവസ്ഥയിലേക്കാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഡെപ്യൂട്ടി മേയറെ തുടരാൻ കഴിയും? അല്ലെങ്കിൽ GS ആശാനാഥിന് എങ്ങനെ ഡെപ്യൂട്ടി മേയറെ തുടരാൻ കഴിയും? മറ്റൊന്ന്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ചെമ്പഴന്തി ഉദയന് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയും എന്നൊരു ചോദ്യവും കൂടി ഉയർത്തുന്നുണ്ട്. അത് അക്കാര്യത്തിൽ ഇടതുപക്ഷം പരിശോധന നടത്തി വരുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ അവരുടെ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം. ഇക്കാര്യങ്ങൾ ഉയർത്തിയാകും, ഈ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് ഉയർത്തിയാകും ഇടതുപക്ഷം ഹൈക്കോടതിയിലേക്ക് പോകാതെ നിയമപ്രശ്നമായി തന്നെ ഉയർത്താനാണ് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ചും CPIMന്റെ നീക്കം. മാത്രമല്ല, ഇത് ഒരുപക്ഷെ വീണ്ടും BJPയെ നിയമക്കുരുക്കിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യും. നടപടിക്രമങ്ങൾ പാലിച്ചല്ല ആ സത്യപ്രതിജ്ഞ എന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ വീണ്ടും ഈ കൗൺസിലർമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് BJPയെ സംബന്ധിച്ച്, നഗരസഭാ ഭരണത്തെ സംബന്ധിച്ച് വീണ്ടും നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥയുമായിരിക്കും. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ.